പാലക്കാട്, കാസർഗോഡ്, തൃശൂർ അടക്കമുള്ള മേഖലകളിൽ 69% പോളിംഗ് പെർസെന്റേജ് ആണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വയനാട് 67%. കണ്ണൂരിൽ ആ ഫിഗറും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇത് ശരിക്കും ഈ കേരളത്തിലെ ശരാശരിയേക്കാൾ കൂടുതലല്ലേ കണ്ണൂര് 72.5% എന്നുള്ളത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ 6 മണി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നതും കണ്ണൂർ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് കരുതേണ്ടത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ധർമ്മടം പോലെയുള്ളിടത്ത് ഇപ്പം പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ ആ മേഖലകളിൽ ഉള്ളൊരു ശക്തമായ ഒരു പോളിംഗ് പെർസെന്റേജിനെ ഒക്കെ കണക്കാക്കുമ്പോഴും മറ്റ് പല രാഷ്ട്രീയ ഘടകങ്ങളും ഈ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വിമത പ്രശ്നങ്ങൾ നേരിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ അതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ പാർട്ടി നേരിട്ടിട്ടുള്ളതാണ്. കെ സുധാകരൻ യഥാർത്ഥത്തിൽ കാസർഗോഡേക്ക് പോയത് പോലും ഒരു സാഹചര്യം പോലും രാകേഷിന്റെ ഒക്കെ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പി കെ രാകേഷിന്റെ സാഹചര്യമൊക്കെ കണ്ടാണ്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കണ്ണൂരിന്റെ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെർസെന്റേജ് കൂടി പരിഗണിക്കുമ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് വേണം വായിക്കാൻ. ഏതായാലും മറ്റു മേഖലകളിലും കനത്ത പോളിംഗ് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയുള്ള ഒരു മണിക്കൂർ വളരെ ക്രൂഷ്യലാണ്. എന്നാലും 6 മണി വരെയാണ് പോളിംഗ് നടക്കുന്നത്. 6 മണി വരെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് പിന്നീട് വോട്ട് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് നമ്മൾ കൃത്യമായി നൽകുന്നുണ്ട്. പ്രേക്ഷകർക്ക് കൃത്യമായി ഓരോ ജില്ലകളുടെയും ഡീറ്റെയിൽസ് അതിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. 67.5% ഇപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള വോട്ടിംഗ് പെർസെന്റേജ്. ഏതാണ്ട് 2,60,19,282 വോട്ടർമാരിൽ നിന്നും ഇപ്പോൾ ഒരു 2006 കണക്ക് പരിശോധിച്ചാൽ 72.38%. 2011 അത് 75.27%. 2016 ഇതുവരെയുള്ളൊരു കണക്ക് 67.5%. ഒരു പക്ഷേ ഈ ഒരു ടൈമിൽ അതായത് 1 മണിക്കൂർ മുമ്പുള്ള ഒരു കണക്ക് എങ്ങനെയായിരുന്നു എന്ന് കൂടി പരിശോധിച്ചാൽ ഒരു കണക്ക് ഇത് മാത്രമല്ല. കാരണം നമുക്ക് പൊതുവിൽ വോട്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ സക്രിയമായ ജനാധിപത്യ പ്രവർത്തനത്തിന്റെ രീതിയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കൂടി അതിനെ നിരീക്ഷിക്കുമ്പോൾ വളരെ ഗൗരവമായി കാണാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 74.2% ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നില്ല. അപ്പോൾ ക്രമാനുഗതമായി വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഇനി 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. 14ാം നിയമസഭയിലേക്ക് ആരാണ് നമ്മളെ ഭരിക്കുക എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഈ നിമിഷത്തിന് ഇനി 1 മണിക്കൂറത്തെ കാത്തിരിപ്പ് കൂടെയുള്ളൂ. പെർസെന്റേജ് എത്ര പേർക്ക് വോട്ട് ചെയ്യാനാകും, അല്ലെങ്കിൽ എത്ര പേർ വോട്ട് ചെയ്യും എന്ന കാര്യം നിർണ്ണയിക്കപ്പെടാനായി 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളുമായി ദിനകർ നമ്മോടൊപ്പം ചേർന്നുണ്ട്. ദിനകർ, പെർസെന്റേജിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്കുകളിലേക്ക് തന്നെ പോവുകയാണ് എങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 1 മണിക്കൂർ അവശേഷിക്കുമ്പോൾ പല ബൂത്തുകളിലും കനത്ത ഒരു തിരക്ക് എന്ന രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ ദിനകർ? സൗമ്യ, സംസ്ഥാനത്ത് എമ്പാടും 67.5% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ബൂത്തുകളിൽ വലിയ ക്യൂ ഉണ്ട്. നഗരപ്രദേശങ്ങളിൽ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ബൂത്തുകളിൽ 20,000-ലധികം വരുന്ന ബൂത്തുകളിൽ ഏതാണ്ട് 4/2 ഭാഗങ്ങളിലും തിരക്ക് ഗണ്യമായി ഉണ്ട്, നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യൂവിൽ വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് പെർസെൻറ്റേജ് 67.5-ൽ നിന്നും 70 കടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിനേക്കാൾ കൂടുതൽ ആകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. 1 മണിക്കൂർ ഇനി അവശേഷിക്കുന്നത്. 2011 5 മണി വരെയായിരുന്നു വോട്ടെടുപ്പ് എങ്കിൽ ഇക്കുറി അത് 1 മണിക്കൂർ കൂടി ദീർഘിപ്പിച്ച് 6 മണി വരെ ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴ ഒഴിഞ്ഞു നിൽക്കുന്നതും വോട്ടർമാർക്ക് വലിയ അനുഗ്രഹമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷത്തിൽ ഒരു വോട്ടർമാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകും പോളിംഗ് ബൂത്തിലേക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയാണ് ഇത്തവണയും പോളിംഗ് പെർസെൻറ്റേജിൽ തിരുവനന്തപുരം ജില്ല പുറകോട്ടാണ്. 62.32 ആണ് ഔദ്യോഗികമായി ലഭിക്കുന്ന പോളിംഗ് പെർസെൻറ്റേജ്. അത് ഏതാണ്ട് 63.5% എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വർക്കലയിൽ 61%, ആറ്റിങ്ങലിൽ 59.3%, ചിറയൻകീഴിൽ 62%, നെടുമങ്ങാട് 65%, വാമനപുരം 63%, കഴക്കൂട്ടത്ത് 67%, വട്ടിയൂർക്കാവിൽ 64%. തിരുവനന്തപുരത്ത് ആണ് ഏറ്റവും കുറവ്. ജില്ലയിൽ ഏറ്റവും കുറവ് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. 57% പേർ ആണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേമത്ത് 64%, അരുവിക്കരയിൽ 63%, പാറശാലയിൽ 68%, കാട്ടാക്കടയിൽ
67%, കോവളത്ത് 59.5%, നെയ്യാറ്റിൻകരയിൽ 68%. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നില. 67.5% സംസ്ഥാനത്ത് എമ്പാടും ഉള്ള പോളിംഗ് പെർസെൻറ്റേജ്. പൊതുവെ സമാധാനപരമാണ് ഇതുവരെയുള്ള വോട്ടെടുപ്പ് എന്നും വളരെ സന്തോഷത്തോടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. സൗമ്യ, ദിനകർ, ഒരു കാര്യം കൂടി, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, സമാധാനപരമായി പോളിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഈ വോട്ട് ചെയ്യാൻ മടിയുള്ളവരാണ് സംസ്ഥാന ജില്ലക്കാർ എന്ന പൊതുവിലൊരു ഭാഷ്യമുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടി ജില്ലാ ഭരണകൂടം കർമ്മപദ്ധതി വരെ നേരത്തെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. 80% പോളിംഗ് പെർസെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദിനകർ, ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പോളിംഗ് പെർസെന്റേജ് ഉയർന്നാൽ അത് തിരുവനന്തപുരം ജില്ലയുടെ ആകെ പോളിംഗ് പെർസെന്റേജുമായി തട്ടിച്ചു നോക്കാം എന്നാണ് ഒരു ശരാശരി കണക്ക് ചിലർ വിലയിരുത്തുന്നത്. അത് എത്രത്തോളം വസ്തുതയാണ്? പ്രത്യേകിച്ച് ഈ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ മേഖലകളെ പ്രത്യേകം എടുത്ത് എങ്ങനെയാണ് പരിശോധിക്കാനാവുക? പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടക്കുന്നതാണ്, കേരളം ആകെ ഉറ്റുനോക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണത്. ആ നിലയ്ക്ക് അരുൺ, കഴക്കൂട്ടത്ത് 67.5% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ അതേസമയം കുറവാണ്, 63% വട്ടിയൂർക്കാവിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേമത്താവട്ടെ 64% പേരും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 മണ്ഡലങ്ങൾ, അതായത് വാശിയേറിയ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്ത് തന്നെയാണ്. 67% പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വട്ടിയൂർക്കാവിലും അതോടൊപ്പം നേമത്തും അതിന് താഴെയാണ് പോളിംഗ് പെർസെൻറ്റേജ് എത്തി നിൽക്കുന്നത്. ഏറ്റവും കുറവ് പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 57% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ. മറ്റ് മണ്ഡലങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 60, 62, 63 തോതിലാണ് പോളിംഗ് പെർസെൻറ്റേജ് മറ്റ് മണ്ഡലങ്ങളിൽ ഉള്ളത്. നമുക്ക് ഏതായാലും ഇനിയും മധ്യകേരളത്തിൽ ഒരുപക്ഷെ വളരെ ശ്രദ്ധമായ പോരാട്ടം നടക്കുന്ന എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ പ്രാവശ്യം കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ പറവൂർ ആയാലും കുന്നത്തുനാടായാലും ഒക്കെ ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ ഇപ്പോഴത്തെ ഒരു പൊതുവായ പെർസെൻറ്റേജ് എങ്ങനെയാണ്? വിവിധ മണ്ഡലങ്ങളിൽ എവിടെയാണ് ഒരു കനത്ത പോളിംഗ് ഒക്കെ തന്നെ അനുഭവപ്പെടുന്നത്? സാലി, ഒരു കാര്യം ഉറപ്പാണ് സൗമ്യ, 68.5 ആണ് ഇപ്പോഴെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എറണാകുളം ജില്ലയിലെ പോളിംഗ് ഉയരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം 77.63 ആയിരുന്നു എറണാകുളം ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം. ഇക്കുറി ഇനി 1 മണിക്കൂർ കൂടി ശേഷിക്കുമ്പോഴും 68.5 എന്ന് പറയുന്നത് 75 കടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്നാൽ 2006-ൽ 71.67 മാത്രമായിരുന്നു എറണാകുളം ജില്ലയിലെ പോളിംഗ് എന്നുകൂടി ചേർത്ത് വായിക്കണം. അതായത് പൊതുവിൽ ഒരു 2006-ൻ്റെ പോളിംഗ് ശതമാനത്തേക്കാൾ അല്പം ഉയർന്ന്, എന്നാൽ 2001-ൻ്റെ പോളിംഗ് ശതമാനത്തേക്കാൾ 2006-ൻ്റെ പോളിംഗ് ശതമാനത്തേക്കാൾ അല്പം ഉയർന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വരും എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയൂ. സവിശേഷമായ ഒരു സാഹചര്യം തൃപ്പൂണിത്തറയിലാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 68%. കഴിഞ്ഞ തവണ ഉയർന്ന പോളിംഗ് ഉണ്ടായിരുന്ന പറവൂരിൽ പക്ഷേ 54% മാത്രമാണ് 4 മണിക്ക് നമുക്ക് ലഭിച്ച കണക്കിൽ പറയുന്നുള്ളൂ. അതായത് വളരെ വാശിയേറിയ മത്സരം നടന്ന തൃപ്പൂണിത്തുറയിൽ വളരെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി, അത് സ്വാഭാവികമാണ്. എന്നാൽ നഗരപ്രദേശത്ത് എറണാകുളം നഗര മണ്ഡലത്തിലും തൊട്ടടുത്ത തൃക്കാക്കരയിലും കാര്യമായ പോളിംഗ് ഇല്ല. രാവിലെ ഈ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാര്യമായ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. പൊതുവിൽ എറണാകുളം ജില്ലയിലെ പോളിംഗ് സംസ്ഥാന ശരാശരിയിൽ താഴെയാവാനാണ് ഇക്കുറി സാധ്യത. കഴിഞ്ഞ വർഷത്തെയും, അതായത് കഴിഞ്ഞ 2011-ലെയും 2006-ലെയും തെരഞ്ഞെടുപ്പുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 77.63 ആയിരുന്നു 2011-ൽ. അന്ന് UDF വലിയ മജോറിറ്റി നേടിയൊരു തെരഞ്ഞെടുപ്പാണ്. 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ 71.67 പോളിംഗ് നടന്ന 2006-ൽ LDF 10 സീറ്റ് എറണാകുളം ജില്ലയിൽ നിന്ന് നേടുകയുണ്ടായി. അപ്പോൾ ഈ 2 പോളിംഗ് ശതമാനത്തിനും മധ്യയുള്ള ഒരു പോളിംഗ് ശതമാനമായിരിക്കും ഇക്കുറി രേഖപ്പെടുത്തുക എന്നുള്ളത് ഉറപ്പാണ്. ഈ വോട്ടിംഗ് പാറ്റേണിൽ കണ്ട ഒരു സവിശേഷ സാഹചര്യം, നഗര സ്വഭാവമുള്ള ബൂത്തുകളിൽ വളരെ കുറഞ്ഞ തോതിൽ ആളുകൾ എത്തുകയും എന്നാൽ നഗരം വിട്ടുള്ള ഗ്രാമീണ മേഖലയിൽ, ഇപ്പോൾ വിശേഷിച്ചും പെരുമ്പാവൂർ, അങ്കമാലി, പെരുമ്പാവൂർ, കോതമംഗലം തുടങ്ങി പിറവം തുടങ്ങി നഗരം വിട്ടുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക്
കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായതൊഴിച്ചാൽ ബാക്കി സമയങ്ങളിലൊക്കെ നല്ല തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ഈ ഗ്രാമീണ മേഖലയിലെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്നു. അതായത് ഗ്രാമീണ സ്വഭാവമുള്ള വോട്ടർമാർ വലിയ തോതിൽ ആവേശത്തോടെ ആ പോളിംഗ് ബൂത്തിലെത്തുകയും നഗര സ്വഭാവമുള്ള വോട്ടർമാർ ഒരല്പം വിട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു 5 മണിക്ക് നമുക്ക് പോളിംഗ് ശതമാനം വെച്ച് അനുമാനിക്കാൻ കഴിയുന്ന എത്താൻ കഴിയുന്ന ഒരു നിഗമനം. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാസർഗോഡ് 69.5% ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്. സിജു കണ്ണൻ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി. സിജു, പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലകളിലാണ് ഒരു കനത്ത പോളിംഗ് എന്ന രീതിയിലെങ്കിലും കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഏത് വിധത്തിലാണ് കണക്കാക്കാനാകുക? പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം, വളരെ വലിയ ശക്തമായ പോരാട്ടം നടക്കുന്ന ഉദുമ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു സാഹചര്യം, എങ്ങനെയാണ് സിജു? സൗമ്യ, എനിക്കൊന്നു സിജു ക്ലിയർ ആണ് എന്ന് കരുതുന്നു. പക്ഷെ വലിയൊരു ശക്തമായ പോരാട്ടമാണ് അരുൺ നടക്കുന്നത് മഞ്ചേശ്വരം. കാരണം വളരെ എനിക്ക് അതിലും കൗതുകരമായി തോന്നിയൊരു കാര്യം എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണ് സൗമ്യ. കാരണം എറണാകുളത്തിന്റെ പോളിംഗ് പെർസെൻറ്റേജ് ക്രമാനുഗതമായി കുറവാണ്. പക്ഷേ അവിടെ ആ ജില്ലയേക്കാൾ ശരാശരി തൃപ്പൂണിത്തുറയിൽ ഉണ്ട് എന്നുള്ളതാണ്. കെ ബാബുവിന് ആ മണ്ഡലത്തിൽ ഇത്രത്തോളം ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്തായിരുന്നു എന്നതിന്റെ ഒരു പക്ഷേ ഒരു പരിണിത ഫലമൊക്കെ വരാനിരിക്കുന്നത് ഈ പെർസെൻറ്റേജിലാണോ, അല്ലെങ്കിൽ അവിടെ വലിയ അട്ടിമറി നടക്കും എന്ന് എം സ്വരാജ് ഉറച്ചു വിശ്വസിച്ചതിന്റെ ഫലമാണോ ഈ 68? നമുക്ക് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ജോഷ്ല കൂടി ചേരുന്നുണ്ട്. ജോഷ്ല, ആദ്യമായി 70 തൊട്ട ഒരു വലിയ ഒരു ഊർജം ഇപ്പോഴും കണ്ണൂർ കാണിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ പെർസെൻറ്റേജ് 72.5 എങ്ങനെയാണ് പൊതുവിലുള്ള ഒരു തിരക്ക് എങ്ങനെയാണ്? സൗമ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ നഗരപ്രദേശങ്ങളിൽ താരതമ്യേന പോളിംഗ് കുറവാണ് എന്ന് വേണം പറയാൻ. മാത്രമല്ല മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും നീണ്ട നിര കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പോളിംഗ് ശതമാനം വർദ്ധിക്കും. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80.66% പോളിംഗ് അതിൽ വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ നടക്കുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ കാണുന്ന നീണ്ട നിര അത് പോളിംഗ് ശതമാനം നിർണ്ണയിക്കും. ഏകദേശം ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ആ 1 മണിക്കൂറിന് ശേഷവും ഈ നീണ്ട നിര തുടരും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏറ്റവും അവസാന നിമിഷത്തിൽ 4 മണിക്ക് ശേഷം ആയിരിക്കും വീട്ടമ്മമാരടക്കം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വോട്ട് ചെയ്യാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കാനിടയുണ്ട്. അത് ഏകദേശം 80.66% മേലെ കടക്കാനാണ് ഇതുവരെയുള്ള പോളിംഗ് നില വെച്ച്, പോളിംഗ് ശതമാനം ഉയർന്നത് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഒരുപക്ഷെ സിജു, 2 മണ്ഡലങ്ങളുടെ കാര്യമാണ് വിശേഷമായി എടുത്തു. നമുക്ക് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകാം. കോഴിക്കോട് വിവരങ്ങൾ നേരത്തെ മേഘ പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് മേഘ? അവസാനം ഈ 1 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ നേരത്തെ നിന്നും വിഭിന്നമായി പല മേഖലകളിലും വലിയ തിരക്ക് അനുഭവപ്പെടാത്ത മേഖലകളിലേക്കൊക്കെ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? സൗമ്യ, പോളിംഗ് അതിന്റെ ഏറ്റവും വോട്ട് രേഖപ്പെടുത്തൽ അതിന്റെ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏകദേശം 5 മണി കഴിഞ്ഞിരിക്കുന്നു. 69% പോളിംഗ് ആണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 81.27% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത് 81ലേക്ക് എത്തുമോ, അതിനെ മറികടക്കുമോ എന്നതാണ് ആകാംക്ഷയോടെ നോക്കുന്നത്. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ വലിയ തിരക്കാണ്. ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ, ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും മലയോര മേഖലയിലൊക്കെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ 1886 പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ 69% പോളിംഗ് എത്തി നിൽക്കുന്നു. രാവിലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, നല്ല മഴയായിരുന്നു. പക്ഷെ മഴയൊക്കെ വകവെക്കാതെയാണ് വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിയത്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഇപ്പോഴും പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് 400-ലധികം പ്രശ്നബാധിത ബൂത്തുകളാണ് കണക്കാക്കപ്പെട്ടത്. അതിൽ 40 അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി സിജു റെഡി ആയിട്ടുണ്ട്. സൗമ്യ, അങ്ങനെയാണ് സിജു. ഇവിടെ
കാസർഗോഡിനെ സംബന്ധിച്ചൊരു പൊതുചിത്രം, കാസർഗോഡ് മാത്രം 73% പോളിംഗ് കഴിഞ്ഞാൽ UDF അനുഗുണമാണ് എന്നാണ് പൊതുവെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്താറുള്ളത്. നിലവിൽ എത്ര ശതമാനമാണ് പോളിംഗ് നടന്നത്? വിശേഷിച്ച ഈ 2 മണ്ഡലങ്ങളുണ്ടല്ലോ, ഉദുമയും മഞ്ചേശ്വരവും, ഇവിടെ അടക്കം. അരുൺ, നിലവിലെ കാസർഗോഡ് ജില്ലയുടെ പൊതുവായ ചിത്രം പരിശോധിക്കുമ്പോൾ 69.5% പോളിംഗ് ആണ് ജില്ലയിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മികച്ച രീതിയിലുള്ള പോളിംഗ് രാവിലെ മുതൽ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അതിന് നഗര ഗ്രാമീണ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഗ്രാമീണ മേഖലയിൽ കനത്ത പോളിംഗ് നടക്കുമ്പോൾ നഗരത്തിൽ നിന്നുള്ള വോട്ടർമാർ അത്ര മികച്ച രീതിയിലുള്ള പ്രതികരണം രാവിലെ മുതൽ ഉണ്ടാവാറില്ല. എന്നാൽ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നഗരത്തിലാണ്, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നഗരത്തിലും എല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാർ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ 5 മണ്ഡലങ്ങളിൽ കൃത്യമായ ക്രോഡീകരിച്ച കണക്ക് കയ്യിൽ വരുന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് തൃക്കരിപ്പൂർ ജില്ലയിലാണ് ഏറ്റവും മാറ്റത്ത് കിടക്കുന്ന തൃക്കരിപ്പൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്, ഉദുമ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുകയാണ്, ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. ഇതിൽ മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലകളിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുധാകരന്റെ സാന്നിധ്യത്തിലൂടെ ഉദുമ മണ്ഡലവും വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു പോരാട്ടത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ 5 മണ്ഡലങ്ങളിലെയും പ്രത്യേകത, കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ വോട്ട് ബാങ്കുകളുള്ള ഒരു സ്ഥലം 5 മണ്ഡലങ്ങളാണ് ഈ കാസർഗോഡ് ജില്ലയിലുള്ളത്. ഈ 5 മണ്ഡലങ്ങളിലും മികച്ച രീതിയിൽ അവരവരുടേതായ വോട്ട് ബാങ്കിൽ ഉൾപ്പെടുന്ന വോട്ടർമാരെ കൃത്യമായും എത്തിച്ചു പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ കാസർഗോഡ് ജില്ല വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് ഇന്ന് പോളിംഗ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി ബന്ധം പോലും തടസ്സപ്പെട്ടിരുന്നു. എന്നിട്ടും രാവിലെ മുതൽ വോട്ടർമാരെത്തി. കൃത്യമായ കുടിവെള്ളമോ മറ്റു സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പോളിംഗ് ആരംഭിക്കുന്നതിനും മെഴുകുതിരി വെട്ടത്തിന്റെ വെളിച്ചത്തിൽ പോലും പോളിംഗ് ആരംഭിച്ചുകൊണ്ടാണ് പോളിംഗ് ബൂത്തുകൾ ഉണർന്നത്. എന്നാൽ പിന്നീട് ക്രമാനുഗതമായി പോളിംഗ് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ 2011 പോളിംഗ് 76.29% കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി 1 മണിക്കൂർ അവശേഷിക്കുന്നു. ഈ 1 മണിക്കൂറിനകത്ത് അവശേഷിക്കുന്ന 6% കൂടി മറികടന്നുകൊണ്ട് അതിനപ്പുറത്തുമുള്ള ഒരു പോളിംഗ് നടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 മണ്ഡലങ്ങളിൽ ഉദുമ, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ ശക്തമായ മത്സരം കേരള രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നതാണ്. കാരണം NDA എന്നൊരു 3ാം മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJP ശക്തമായി തന്നെ ഈ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിൽ മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെ പോളിംഗ് നടന്നിരുന്നു. കഴിഞ്ഞ തവണത്തെ ഒരു മണ്ഡലം തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത്. 80.39% അത്. പിന്നീട് അതിൽ ഏറ്റവും കുറവുണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിലായിരുന്നു, 73.38%. എന്നാൽ ഈ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ വളരെ സജീവമായ ഒരു ഇടപെടൽ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. രാവിലെ മുതൽ നഗരത്തിനകത്തുള്ള വോട്ടർമാർ വരെ രാവിലെ കൃത്യം 7 മണിയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്താൻ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഇവർ കൃത്യമായി അവിടെ എത്തിയിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാസർഗോഡിലുള്ള 800 പോളിംഗ് സ്റ്റേഷനുകളിലും കൃത്യമായി മികച്ച രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു. ഈ അവസാന നിമിഷം കാസർഗോഡിന്റെ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത പരിശോധിക്കുമ്പോൾ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ കൃത്യമായും ഇടത് അനുഭവം എല്ലാ കാലത്തും പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിനും BJPക്കും ശക്തമായ സാന്നിധ്യമുണ്ട്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഏറ്റവും അവസാന മണിക്കൂറുകളിൽ വോട്ട് കൂടുതൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഉണ്ടാവാറുണ്ട്. അവശേഷിക്കുന്ന വോട്ടുകൾ കൃത്യമായി ചെയ്യിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുണ്ട്. ആ രീതിയിൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ 76.29% എന്ന പോളിംഗിലേക്ക് ഒരുപക്ഷെ കാസർഗോഡ് ജില്ല മൊത്തത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഉയർന്ന് എത്തിയേക്കും. നിലവിൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് മാറിയ മഴ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി നിന്നു. അതുകൊണ്ട് തന്നെ വോട്ടർമാർ കൃത്യമായി എത്തിയിരിക്കുന്നു. ശക്തമായി മത്സരം നടക്കുന്ന ഉദുമയിലെ മുന്നാട്, ബേഡകം തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ നീണ്ട നിര തന്നെ, വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ ഇപ്പോഴും കാണാൻ
കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ 800 പോളിംഗ് സ്റ്റേഷനുകളിലും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കർണാടക പോലീസിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയുടെയും കേരള പോലീസിന്റെയും എല്ലാം വലിയ ഒരു സുരക്ഷാ സംവിധാനം തന്നെ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഒരുക്കിയിരുന്നു. ഇതിൽ 298 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഒരു കാര്യം കൂടി വളരെ ചുരുക്കി, കാരണം സമയപരിമിതി ഉള്ളത് കൊണ്ട് കൂടിയാണ്. ഈ ഉദുമ മഞ്ചേശ്വരം അടക്കമുള്ള മേഖലകളിലെ കാര്യം സവിസ്തരം മേഖലകളിലെ കാര്യം വളരെ സവിസ്തരം തന്നെ പറയുകയും ചെയ്തു. കാഞ്ഞങ്ങാട് വളരെ മികച്ച രീതിയിലുള്ള പോളിംഗ് മറ്റെവിടെയും സിജു, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് തന്നെയാണ് സാധ്യത എന്നാണ് UDF വിലയിരുത്തുന്നത്. LDF തന്നെയാണ് നിലവിൽ വിലയിരുത്തുന്നത്. 75% പോളിംഗ് പെർസെന്റേജ് അവിടെ കൂടും എന്നും കരുതുന്നു. ആ മണ്ഡലത്തെ കുറിച്ച് പറയാമോ? മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞോളൂ സിജു. അരുൺ, കാഞ്ഞങ്ങാട് മണ്ഡലം സംബന്ധിച്ച് നേരത്തെ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലത്തിൽ കാര്യമായ മത്സരം നടക്കുന്നു എന്ന് വിലയിരുത്തിയിരുന്നത് 3 മണ്ഡലങ്ങളിലാണ്. അതിനപ്പുറത്ത് കാഞ്ഞങ്ങാട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കൃത്യമായി കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂർ മണ്ഡലം എടുത്തു പരിശോധിക്കുമ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലം കൃത്യമായി ഇടത് ആഭിമുഖ്യം എല്ലാ കാലത്തും പുലർത്തിയിരുന്ന മണ്ഡലമാണ്. ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്താൻ UDFന് അവിടെ സാധിച്ചിരുന്നു എന്ന് പോലും UDF കേന്ദ്രങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. കാരണം ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ LDFനും ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് ഒരു ശക്തമായ വെല്ലുവിളി UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് LDF വിലയിരുത്തുന്നത്. കാഞ്ഞങ്ങാട് സുനിശ്ചിതമായും LDFന്റെ ഒരു വിജയം ഉണ്ടാകും എന്ന് തന്നെ LDF ക്യാമ്പുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാഞ്ഞങ്ങാട് ജില്ലയിലാണ് സിജു നിലവിൽ നൽകിയത്. സവിസ്തരം മറ്റ് മേഖലകളിലേക്ക് കൂടി വരാം, ഇനിയും അറിയാനുണ്ട്. കാരണം 45 മിനിറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 6 മണി വരെയാണ് പോളിംഗ് സമയം. എന്നതുകൂടി കൃത്യമായി അറിയേണ്ടതുണ്ട്. 67.5% പേർ ഇതുവരെ തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാണ്ട് 45 മിനിറ്റ് ആണ്. 45 മിനിറ്റ് തികച്ചില്ല, അരമണിക്കൂറിന് മേലെയുണ്ട്. അതുവരെ സമയമുള്ളൂ ഇനി പോളിംഗിനായി. ഏതായാലും ആരായിരിക്കും നമ്മളെ ഭരിക്കുക എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നല്ല സൗമ്യ, കാരണം ഒരു നാടിന്റെ ഭാഗതയും തീരുമാനിക്കുന്ന, നിർണ്ണയിക്കുന്ന വളരെ നിർണായകമായ മുഹൂർത്തങ്ങൾ എന്ന നിലയിൽ കൂടിയുള്ള ഉദ്വേഗമാണ് സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഉള്ളത്. അതിന്റെ നിർണായകമായ മണിക്കൂറുകൾ കൂടിയാണുള്ളത്. ഇവിടെ സൗമ്യ, വടക്കൻ ജില്ലകളിലെ പോളിംഗ് ശതമാനം താരതമ്യേന കൂടിയിട്ടുണ്ടോ തെക്കൻ ജില്ലയെ അപേക്ഷിച്ച്? പക്ഷേ പല ഭാഗങ്ങളിലും ഒരുപക്ഷെ രാവിലെ അങ്ങനെ തരത്തിലുള്ള ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഒരു പെർസെന്റേജ് മുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണൂർ അടക്കമുള്ള മേഖലകളിൽ 72 എന്ന കണക്കുകൾ പറയുന്നുണ്ട്. കാസർഗോഡ് 69 തുടങ്ങിയ കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും പൊതുവിൽ ആ വിധത്തിൽ തിരിച്ചുള്ള ഒരു കണക്ക് കൃത്യമായി പറയാനാകുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിൽ വളരെ കുറവ് വോട്ടിംഗ് പെർസെന്റേജാണ് അനുഭവപ്പെടുന്നത്. എന്നാലും ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാജഹാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 69% അവിടെ ഇതുവരെയുള്ള ഒരു പോളിംഗ് പെർസെന്റേജ്. ഷാജി, എങ്ങനെയാണ് ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വലിയ ക്യൂ അനുഭവപ്പെടുന്ന മേഖലകൾ ഏതെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും സൗമ്യ, ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖലകളിലൊക്കെ വളരെ നീണ്ട ക്യൂ ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ തെക്കൻ മേഖലകളിലും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള വോട്ടർമാരുടെ നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടനാട് മേഖലകളിലും രാവിലെ ശക്തമായിട്ടുള്ള വോട്ടിംഗ് ആണ് നടന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ചേർത്തല മണ്ഡലത്തിലാണ്. ഏകദേശം 75% പോളിംഗ് ഇവിടെ നടന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ചേർത്തലയിലാണ്. അതോടൊപ്പം തന്നെ കുട്ടനാടും ശക്തമായിട്ടുള്ള പോളിംഗ് ശതമാനത്തിലാണ്. ഏകദേശം 70-നോടടുത്ത് പോളിംഗ് ഇപ്പോൾ നടന്നതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇത്തരത്തിൽ ജില്ലയിൽ 1-2 മണ്ഡലങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പോളിംഗ് ശതമാനമാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും കുട്ടനാട്, ചേർത്തല, ചെങ്ങന്നൂർ മേഖലകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് നമുക്ക് നേരത്തെ തൊട്ട് തന്നെ അനുഭവപ്പെട്ടത്. നമുക്കറിയാം കുട്ടനാട് പോലെ തന്നെ കുട്ടനാട് LDFും UDFും BJPയും തമ്മിൽ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ മണ്ഡലം പരിശോധിച്ചാലും ഇത്തരത്തിൽ BJPയും UDFും LDFും തമ്മിൽ ശക്തമായിട്ടുള്ളൊരു മത്സരം നടന്ന മണ്ഡലമാണ്. ഇത്തരത്തിൽ വളരെ വാശിയേറിയ മത്സരങ്ങൾ നടന്ന ഒരു മണ്ഡലത്തിൽ കുട്ടനാടും അതോടൊപ്പം ചേർത്തലയിലുമാണ് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ കായംകുളം മണ്ഡലത്തിലും നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ്, ഉയർന്ന പോളിംഗ് ശതമാനമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും 6 മണി കഴിഞ്ഞാലും
ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലുള്ള ബൂത്തുകളിലൊക്കെ തന്നെ നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ 80% പോളിംഗ് നടന്ന മണ്ഡലത്തിലൊന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് ആലപ്പുഴയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സൗമ്യ. യെസ്, ഏതായാലും പോളിംഗ് പെർസെന്റേജ് ഇപ്പോൾ 68.5% എത്തി നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴ പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെയും വലിയ തിരക്ക്, വലിയ ക്യൂ പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളുമായി വളരെ വേഗം അതിലേക്ക് തന്നെ എത്താം.